നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. വരാഹിയമ്മനോട് കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജാ വഴിപാട് മാത്രമല്ല, ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണച്ചാല് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ്. ഇന്ന് നിറഞ്ഞ പഞ്ചമി, തേയ്പ്പിറ പഞ്ചമി, വരാഹിയമ്മനിക്കന്നേ ഉള്ള നാള്. നീ പഞ്ചമി തിഥി ടൈമിങ്സ് നോക്കാം. ഇന്ന് ഫെബ്രുവരി മാസം 6 വെള്ളിയാഴ്ച അതിരാവിലെ 1:46 AM തുടങ്ങി നാളെ ഫെബ്രുവരി മാസം 7 ശനിയാഴ്ച രാവിലെ 2:35 AM വരെയാണ് പഞ്ചമി തിഥി ഇരിക്കുന്നത്. ഇന്ന് മുഴുനീള തിഥി ഇരിക്കുന്നതിനാല് എല്ലാവരും വീട്ടില് പൂജാ വഴിപാട് ചെയ്തോളുക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വരാഹിയമ്മനോടെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രം. എല്ലാ മന്ത്രങ്ങളും വന്നിട്ട് ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയത് വരാഹിയമ്മനോടെ പവർഫുൾ ആയിട്ടുള്ള മന്ത്രങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു മന്ത്രം എന്താച്ചാല് ഇത് നിങ്ങളുടെ കൈകളിൽ ഇരുന്നാല് നിങ്ങൾ ജയിച്ചു എന്നാണ് അതിനർത്ഥം. നിങ്ങളുടെ കാര്യങ്ങള് മന്ത്രം പൊട്ടിയതുപോലെ നടന്നു കിട്ടും എന്നതാണ്. ഈ മന്ത്രം വന്നിട്ട് നിങ്ങള് ഒരേ ഒരു തടവില് വന്നിട്ട് ഇതിനെ സിദ്ധിയടയാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന് വന്നിട്ട് റൂൾസ് ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് തീർച്ചയായും ഉണ്ട്. പീരീഡ്സ് ടൈമിൽ ചൊല്ലാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടോ പുലവാലായ്മയുള്ളവരോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവരും ഇത് ചൊല്ലാൻ പാടില്ല, എഴുതാനും പാടില്ല. ഇത് ചൊല്ലുകയും വേണം, എഴുതുകയും വേണം. ഇതിന്റെ ടൈമിങ്സ് നോക്കിയാല് ഇപ്പോ ഇന്ന് പഞ്ചമി തിഥി ആയതിനാല് നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാല് ഇന്ന് പഞ്ചമി തിഥി തീരുന്നതിന് മുന്നേ എപ്പോ അയച്ചാലും നിങ്ങൾ എഴുതി പറഞ്ഞോളുക. എന്നാൽ അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ബ്രഹ്മമുഹൂർത്ത നേരം എന്നത് പ്രകൃതിയും നമ്മോട് കൈ കൊടുക്കുന്ന സമയം. നമ്മൾ എന്താഗ്രഹിച്ച് കേട്ടാലും അത് നമുക്ക് നേടിത്തരുന്ന ടൈം. സോ മന്ത്രം ഏതാണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ന്യൂ കമേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. മന്ത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ചില മന്ത്രങ്ങൾക്ക് വന്നിട്ട് ഒരു ദിവസത്തിൽ സിദ്ധിയടയും, ഒരു ചിലവ 48 ദിവസം, 108 ദിവസം അങ്ങനെയുണ്ട്. ചില എണ്ണിക്കയെ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കുറഞ്ഞത് 11 തവണ ചൊല്ലണം, 27 തവണ ചൊല്ലണം അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് 1008 തവണയാണ് ചൊല്ലേണ്ടത്. അതിൽ കുറച്ച് ചൊല്ലാൻ പാടില്ല. 1008 തവണ ഓർത്തോളുക. ഉടനെ നിങ്ങൾ ഇത് യോസിക്കും, 1008 തവണയൊക്കെ എങ്ങനെയാ ഒരു മന്ത്രം ചൊല്ലുന്നേ, അതും ബ്രഹ്മമുഹൂർത്ത സമയത്ത് എങ്ങനെയാ ചൊല്ലുന്നേ എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതും. എങ്ങനെയാ ചൊല്ലുന്നത്, കഷ്ടമല്ലേ എന്ന്. അങ്ങനെയൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. കുറച്ച് കഷ്ടം സഹിച്ചാലേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റത്തുള്ളൂ. ശരിയാ? ഇനി മന്ത്രം ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ശ്രീം റീം വം ഹം വരവൂര സ്വാഹ. ശ്രീം റീം വം ഹം വരവൂര സ്വാഹ. ശ്രീം റീം വം ഹം വരവൂര സ്വാഹ. നിങ്ങൾ വന്നിട്ട് ഈ മന്ത്രം ഒരു പേപ്പറിൽ, വെള്ള കളർ പേപ്പറിൽ, ഏത് കളർ പെൻ കൊണ്ട് വേണമെങ്കിലും എഴുതാം, കറുത്ത കളർ പെൻ മാത്രം യൂസ് ചെയ്യണ്ട, എഴുതിയിട്ട് ഇതിന്റെ മേലെ കുറച്ച് കുങ്കുമം വെച്ചിട്ട് അർച്ചന ചെയ്തോളുക. വരാഹി അമ്മനക്ക് മുന്നേ നിങ്ങളിത് ചെയ്യുമ്പോൾ അമ്മ ഈ കുങ്കുമത്തിൽ ഇറങ്ങി നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം അത് അമ്മ നിങ്ങൾക്ക് നിറവേറ്റി തരും. ഈ മന്ത്രം എഴുതിയ പേപ്പറിൽ വെക്കുന്ന കുങ്കുമത്തിന് അത്രയ്ക്കും പവർ ഇരിക്കുന്നുണ്ട്. വരാഹിയമ്മനോടെ അരുളും അതിലിരിക്കുന്നുണ്ട്. 1008 മുറ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കൊള്ളുക. അപ്പോൾ മന്ത്രം സിദ്ധിയടയും, നിങ്ങളുടെ ആവശ്യം നടന്നു കിട്ടും. വേറൊന്ന്, നിങ്ങൾ അനാവശ്യമായിട്ടൊന്നും മനസ്സിൽ കരുതി ഇത് ചെയ്യരുത്. ആവശ്യം, നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് മാത്രം പറഞ്ഞ് ചെയ്തോളുക. ഈ മന്ത്രം ചൊല്ലിയിട്ട്
ഇതും എഴുതി നിങ്ങൾ ഇത് പേഴ്സിൽ വെക്കുകയോ ഇല്ലെങ്കിൽ അമ്മനോട് അടുത്ത് തന്നെ വെക്കുകയോ ചെയ്യാം. അതൊന്നും വിഷയമല്ല. എന്നതിന് ശേഷം നിങ്ങൾ എവിടെ പോയാലും ആ കാര്യം നിങ്ങൾക്ക് സിദ്ധിയടയും. ഇപ്പോൾ ഒരു ജോലി കാര്യമായിട്ട് പോയാലും ഒരു ഇന്റർവ്യൂവിന് പോയാലും അതിൽ നിങ്ങൾ സക്സസ് ആവും. ഇപ്പോൾ പ്രൊമോഷന് പോയാൽ അത് നിങ്ങൾ സക്സസ് ആവും. അതല്ല ഒരാൾ കൂടെ കൊഞ്ചം ക്യാഷ് കേട്ടിരിക്കുന്ന അത് വാങ്ങാൻ പോയാൽ അവരത് നല്ല മനസ്സോടു കൂടി നിങ്ങൾക്ക് തന്നിരിക്കും. ശരിയാ? സോ മാക്സിമം നിങ്ങളിത് ബ്രഹ്മമുഹൂർത്ത നേരത്തിൽ തന്നെ ചെയ്തോളുക. അതാണ് അത്യുത്തമം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.